Hello everyone, this is Shweta My name is Indur and welcome to our channel. It's time for next intro movie Tanya Varathanam. Let's watch it. തെക്കലെ വിനോദ് കുമാർ പറയാ താരിക നിന്ന് കൊടുത്തിട്ട കാളിക്ക് കൊല്ലാൻ പറ്റിയത് ശരിയാണോ അച്ഛാ? ഹേയ്, ദാരികനെ കാളി യുദ്ധം ചെയ്ത് തോൽപ്പിച്ചിട്ടാ തലയിറത്തത്. കളിയിലത് കളിക്കാൻ പറ്റുമോ? അതുകൊണ്ടാ ദാരിക നിന്നോടുത്തത്. ഇനിയൊരു കാര്യം പറയട്ടെ ഞാൻ. പറയും. അച്ഛനെ സ്കൂളിൽ വെച്ച് മണിക്കുട്ടിന്ന് വിളിക്കണ്ട. അതെന്താ? കുട്ടികളെ കളിയാക്ക. മണിക്കുട്ടി ചീത്ത പേരാ. ശിവപള്ള വീട്ടിലെ കൊച്ചുകുട്ടിയുടെ പേര് മണിക്കുട്ടി. പിന്നെ എന്താ വിളിക്കണ്ടേ? അനിത എം ബാലഗോപാലൻ. അപ്പോ കുമാരി അനിത എം ബാലഗോപാൽ. സ്കൂളിൽ മാത്രമായിട്ട് എന്താ വിലക്ക്? വീട്ടിൽ വെച്ചും അനിത എം ബാലഗോപാൽ എന്ന് വിളിച്ചളയാം. അത് വേണ്ട, വീട്ടിൽ മണിക്കുട്ടിന്ന് വിളിച്ചാൽ മതി. മാഷ് എഴുത്ത് വന്നിട്ട് വടക്കൊക്കെ വലിയ ജഗളം നടക്കണമെന്ന് പത്രത്തിലുണ്ട്. മാസ്റ്റർ ഞമ്മക്ക് ഒരു എഴുത്ത് എഴുത്തരണം. നിങ്ങളെ വൈകിട്ട് വീട്ടിലേക്ക് വാ. അപ്പോ കുമാരി അനിത എം ബാലഗോപാലൻ നടന്നോളൂ. ബാലമാഷിന് നോക്കിയിട്ട് വരാം. നാണക്കുറുപ്പിന്റെ കാളി പൊടി പൊടിച്ചു എന്ന് കേട്ടല്ലോ. ആ അല്ല മാഷെ, കടുപ്പത്തിൽ ചായ എടുക്കട്ടെ? മുറുക്കിയല്ലോ. മുറുക്കാനെ കുറിച്ച് കേട്ടോ. പോട്ടെ, നേരായി നാരായണ. അല്ല മാഷെ, ഗാന്ധിജി ഇപ്പോഴും ഉണ്ടോ? അത്താഴത്തിൽ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? അല്ല, പത്രത്തിലുണ്ടേ ഗാന്ധിജി തോറ്റെന്ന്. അത് ഗാന്ധി That is a clean, cute. ഇത് കേട്ടാ തോന്നും ഇന്ന് കൃത്യസമയത്തിനാ വരണേന്ന്. കണ്ട പട്ടിയോടും പൂച്ചയോടും ഒക്കെ സ്വറ പറഞ്ഞു നിൽക്കും. പിന്നെ എങ്ങനെയാ നേരത്തിന് എത്തുക? മാഷ് ഒരുത്തിനാ അപ്പുറത്തെ ചുമര് മുഴുവൻ തുപ്പി ചുമപ്പിച്ചേ. എന്തിനാ ബാലമാഷെ ഇത്ര ചെറുപ്പത്തിൽ ഈ വക ശീലങ്ങള്? ശീലമൊന്നുമില്ല. കാലത്തൊരു മുറുക്ക്, ഇന്റർവെല്ലിന് ചായ കഴിഞ്ഞാ ഒരു സിഗരറ്റ്, ഉച്ചയ്ക്ക് ഊട് കഴിഞ്ഞാ ഒരു പുകയെ ഒരു മുറുക്കും, പിന്നെ രാത്രി ലേശം പണിയുണ്ട്. കുട്ടികൾ ഡ്രായിങ് ബുക്ക് നോക്കണം. മാഷെ ഇത് എഴുതണം. പേവിൽ എഴുതാനാവും. മാഷ് എച്ചമായിട്ട് എത്ര കൊല്ലായി, ഇപ്പോഴും പേവിൽ എഴുതാൻ അറിയില്ല. കണക്കിന് പൊടി മോശ. എടുക്ക്, സെക്കൻഡ് ക്ലാസ്സിലോ. ഈ ഡ്രോയിങ് മാഷ്മാർ ഒരു ഗതികേടെ. അങ്ങോട്ട് ഓഫീസ് ക്ലാർക്ക്, പ്യൂണ്, പിന്നെ പ്രസവം. ആ ഏലിയാമ്മ ടീച്ചർ പ്രസവാവധിക്ക് പോയാ 3 മാസത്തെ ക്ലാസ് ബാലമാഷ നോക്ക്. ഒരു പട്ടവും ഒരു കുട്ടി. ഈ കുട്ടി പട്ടം ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പട്ടം ഇങ്ങനെ പൊങ്ങി പൊങ്ങി ആകാശത്തൂടെ പറന്നുകൊണ്ടിരിക്കുകയാണ്. കാറ്റിന്റെ ഗതി അനുസരിച്ച് കുട്ടി ഇങ്ങനെ നൂല് അയച്ചു വിട്ടോണ്ടിരുന്നു. അങ്ങനെ പൊങ്ങി പൊങ്ങി നക്ഷത്രങ്ങൾക്കിടയിലൂടെ സഞ്ചരിച്ച് ചന്ദ്രനിലെത്തണമെന്നായിരുന്നു പട്ടത്തിന്റെ മോഹം. അപ്പോഴാണ് ഒരു കിളി ഇങ്ങനെ പറന്നു വന്നത്. എന്ത് കിളിയാ മാഷെ? എന്ത് കിളിയാ തനിക്കിഷ്ടം? ശരി, എന്നാൽ ഒരു പച്ച തത്ത തന്നെ ആയിക്കോട്ടെ. ഒരു തത്ത ആ വഴിക്ക് പറന്നിങ്ങനെ വന്നു. തത്തമ്മ അത്ഭുതപ്പെട്ടു പോയി. ഒരു കടലാസ് പട്ടം ഇത്ര ഉയരത്തിൽ പറക്കാൻ പറ്റില്ല. അപ്പോ അഹങ്കരിച്ചുകൊണ്ട് പട്ടം പറഞ്ഞു, ഇതിനേക്കാൾ എത്രയോ ഉയരത്തിൽ എനിക്ക് പറക്കാൻ കഴിയും. ആ നൂല് കെട്ടിയിരിക്കുന്നത് കണ്ടോ? ആ നൂലിന്റെ അറ്റം പിടിച്ചിരിക്കുന്ന കുട്ടിയെ കണ്ടോ? അവൻ ആ നൂലിങ്ങനെ വലിച്ചു പിടിച്ചിരിക്കുകയാണ്. ആ നൂലില്ലായിരുന്നെങ്കിൽ പറന്ന് ഞാൻ ചന്ദ്രനിലെത്തുമായിരുന്നു. പച്ചത്തത്ത അത്ഭുതം കൊണ്ട് കണ്ണു പിടിച്ചു. അവള് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ നൂല് പൊട്ടിച്ചു തരാം, നിനക്ക് ചന്ദ്രനിലേക്ക് പറക്കാവല്ലോ. അപ്പോ പട്ടം പറഞ്ഞു, എങ്കിലൊന്ന് വേഗം മുറിച്ചു തരൂ, ഈ കുട്ടി എന്നെ എന്റെ ഇഷ്ടത്തിന് പറക്കാൻ സമ്മതിക്കുന്നില്ല. തത്ത നൂല് അറുത്ത് മുറിച്ചു. നൂല് മുറിഞ്ഞപ്പോ എന്ത് സംഭവിച്ചെന്നറിയോ? നിയന്ത്രണം വിട്ട പട്ടം തലയും കുത്തി താഴേക്ക് വന്ന് പതിച്ചു. ഒടുവിൽ അതൊരു ചെളിക്കുണ്ടിൽ വന്ന് വീണു. പാവം കുട്ടി അത് കണ്ട് കരഞ്ഞുപോയി. കുട്ടികളെ, നിങ്ങളാണ് ഉയരത്തിൽ പറക്കുന്ന പട്ടങ്ങൾ. പട്ടം പറപ്പിക്കുന്ന കുട്ടി എന്നെ പോലുള്ള മാഷന്മാര്. എത്ര ഉയരത്തിൽ നിങ്ങൾ പറന്നോളൂ, ഞാൻ അയച്ചു തരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാൻ. ആ നൂല് ഒരു ബന്ധനമായിട്ട് കാണരുത്. അത് പൊട്ടിച്ചു കളഞ്ഞാൽ നിയന്ത്രണം വിട്ട് താഴെ ചെളിക്കുണ്ടിൽ വീഴും. ഇനി നമുക്ക് ഈ പടം വരയ്ക്കാം.
Wow. വെണ്ടയ്ക്ക് ഭാഗത്ത് മാത്രമല്ല ഇത് നിലവാരമുള്ള ചിത്രങ്ങൾ വരയ്ക്കാൻ അറിയാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടില്ലേ? നീ പാട്ട് പഠിച്ചത് അടുക്കളയിൽ നിന്ന് മൂന്നാനല്ലേ? അപ്പൊ അതുമില്ല അല്ലേ? ശ്രീധരമാമയുടെ സ്വരം ഇവിടെ ഓരോ മന്ത്രിക്കും അറിയാം. മരുമകളായിട്ട് ചീത്തപ്പേരുണ്ടാക്കണമെന്ന് കരുതിയ. നീ നോക്കിക്കോ, ഈ ചിത്രം നാഷണൽ ലെവലിൽ ചർച്ച ചെയ്യപ്പെടും. കുറഞ്ഞ ഒരു അക്കാദമി അവാർഡിനെങ്കിലും സ്കോപ്പ് ഉണ്ട്. അത്ര ഗ്രാമയൊന്നുമല്ല, ഒരാളെത്തുണ്ടോ അത്രേ ഉള്ളൂ. നീ എന്റെ ഉള്ള മൂട് കളയും. നീ ഇപ്പൊ എന്നാ ഇങ്ങോട്ട് വന്നേ? കണ്ടൂടെ, ഞാൻ അമ്മയ്ക്ക് കഞ്ഞി കൊണ്ട് വന്നതാ. അമ്മ എന്തായി കാണണേ? ഇതിലമ്മ എന്തായി കാണണേ? എന്തിനാ ഇങ്ങനെ സ്വയം വേദന നിന്നേ? കഴിഞ്ഞ കൃഷി ചെയ്യണത് എങ്ങനെയാണെന്ന് താൻ എന്നെ പഠിപ്പിക്കണ്ട. പറയണോ അങ്ങനെ ചെയ്താൽ മതി. അല്ല, കോഴിപ്പറമ്പൻ തങ്കപ്പനെ കഴിഞ്ഞ കൊല്ലത്തെ വിളവ് കോഴിപ്പറമ്പ് എന്നാ നെല്ലും കൃഷിയും കണ്ടേ? തോട്ടപ്പള്ളിപ്പാടം മുഴുവൻ എന്ന് വെച്ചാ തെക്ക് റെയിൽവേ പാലം മുതല് മല്ലഞ്ചിറക്കാവ് വരെ മുഴുവൻ ചമ്മാ പറഞ്ഞു. ഇന്ന് 100 സെന്റ് ശേഷിച്ചിട്ടുണ്ടെങ്കിലും ചമ്മാ മതി. ഇങ്ങോട്ട് വേഗം ചെല്ലുക വാർത്തക്ക്. അല്ല, ചാരോടാൻ ആ മാപ്പിളക്ക് എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ അളക്കുവോ അയാള്? വൈകാതെ കൊടുക്കാന്ന് പറ. തറവാട്ടില് മുടിയേറ്റും കർമ്മങ്ങളുമായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടിലാണെന്ന് പറയേ. മാപ്പിളയോട് പറഞ്ഞു വയ്ക്കാം. ഭഗവതിയോട് പോയാലോ? നാണുകുട്ടിയെ, മരുന്ന് കഴിച്ചോ താൻ? മുടങ്ങിയ ഫലം ഉണ്ടാവില്ല. ഈ ചെയ്ത് നോക്കാൻ ആൺകുട്ടികളില്ല, ഓർമ്മ വേണം. ദേവൂട്ടി വന്നിട്ടുണ്ട്. കഞ്ഞി എടുത്ത് വെച്ചേ. ചേട്ടാ, തൃശ്ശൂർക്കാരുടെ ഒരു വിവരവും പിന്നെ അറിഞ്ഞില്ല. ഇനി എന്തറിയിക്കാനാ? പറഞ്ഞ ദിവസം അവര് വരും. എല്ലാരും നടക്കും തന്നെയാ കരുതിയിരിക്കുന്നത്. ബാലൻ പി എഫ് ഇന്ന് അവിടെ നിന്നായിട്ട് ഇത്തിരി കാശിനുള്ള വഴിയും കണ്ടുവച്ചിട്ടുണ്ട്. ഇതും മുടങ്ങിയ മുടങ്ങില്ല. മരത്തേ പള്ളിയില് കന്യകളൊന്നും അറിയിക്കാൻ ഭഗവതി ഇടവച്ചില്ല. പിന്നെ എല്ലാ കാര്യവും അവരോട് പറഞ്ഞിട്ടുണ്ട്. ചെക്കൻ അങ്ങനെയുള്ള പേരൊന്നുമില്ല. നമ്മളും ആരും ചെറുക്കണില്ല. മരത്തേ പള്ളിയിലെ പെൺകുട്ടികൾക്കാർക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ലേ? പിന്നെന്താ? പറഞ്ഞാൽ തന്നെ ആ കുട്ടിക്ക് പേടിയാ. പിന്നെ ചേട്ടനോട് ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട് ബാലൻ. വലിയമാമ വഴക്ക് പറയുമെന്ന് അവനൊരു പേടി. ഒരു 10 പവന്റെ പൊന്നെങ്കിലും കൊടുക്കണ്ടേ അവൾക്ക്? പറമ്പിന്റെ വടക്കുന്ന് ഒരു 20 സെന്റ് കൊടുക്കാന്നാ ബാലൻ പറയണേ. ആളുണ്ടോ? കോഴിപ്പറമ്പിലെ തങ്കപ്പൻ നല്ല വില തരാന്ന് പറഞ്ഞു. എന്താ ഏട്ടൻ ചിരിക്കണേ? വടക്കേ പറമ്പിന്റെ പടിഞ്ഞാറെ അതിരില് ഒരു തണ്ടപ്ലാവ് ഉണ്ടായിരുന്നു. ഞവണിക്കാൻ മുട്ടയിട്ട പോലെ ആ ചക്ക. അന്ന് ചക്കയും മാങ്ങയും വരും. ഒരിക്കൽ അച്ഛൻ ഓടിച്ച് കൈതക്കാട്ടി ചാടിച്ചു. കോടാനും കൊടുത്ത് ചക്കയും തലയെ വെച്ചുകൊണ്ടുള്ള ഒരു ഓട്ടം. അല്ലാണ്ട് എന്താ ചെയ്യുക? ഇഷ്ടം പോലെ ചെയ്യാൻ പറ. തങ്കപ്പേട്ടന്റെ കയ്യില് മൂത്ത കാശ 20,000 രൂപ. ഇത്രയുള്ള 2 കെട്ടേ ഉള്ളൂ. ബാലേട്ടൻ ബാഗൊക്കെ ആയിട്ടാ ചെന്നത്. മടിയിൽ വെക്കാനില്ല. ആധാരം ഒപ്പിട്ട് കൊടുത്തപ്പോ ബാലേട്ടൻ ശരിക്കും അടച്ചു.
എനിക്കൊന്നും തോന്നി. വിറ്റ് വിറ്റ് ചേട്ടൻ അനിയൻ കൂടി തറവാടും വെക്കും. ആളുണ്ടെങ്കിൽ വിൽക്കും, എന്നാലേ ഗതി പിടിക്കൂ. ദേവി, ഇവരിപ്പൊക്കെ എന്താ ഈ തറവാട് വിൽക്കേ? ഇടപെടലോട് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്താ നീ പറയണത്? ആളുണ്ടെങ്കിൽ ഇത് വിറ്റുകളെ, എന്നിട്ട് ദൂരെ ഏതെങ്കിലും നാട്ടിൽ ചെന്ന് ഒരു വീട് വാങ്ങും. അല്ലെങ്കിൽ ഉണ്ടല്ലോ, ആരും രക്ഷപ്പെടാൻ പോണില്ല. സുഖമില്ലാത്ത ഒരാളുണ്ട് മോളില്. ആ കണ്ണിയാ പൊട്ടിക്കാലോ. ഒന്നുമില്ലെങ്കിൽ വല്ല ഭ്രാന്താശുപത്രിയും ചേർക്കാം. അല്ലെങ്കിൽ കൊന്നു. Oh, No. എത്ര നാളായി നീ ഒന്ന് മോളെ കേട്ടിട്ട്? കഴിഞ്ഞില്ലേ നിന്റെ പണി? കുറെ നേരമായല്ലോ ചൂടുമായിട്ട് നടക്കുന്നു. ഈ കുട്ടി വല്ലാതെ പോലെ കിട്ടി പോയല്ലോ. ഇത് നെറ്റ് വെച്ചിട്ട് രക്തികണ്ണിൽ അരച്ചു തരണം. Oh. നനച്ചു വെള്ളം കോരിയിട്ടിട്ടുണ്ട്. അമ്മ സുഖമായിട്ടൊന്ന് കുളിക്ക്. ഇത് നടക്കുമെന്ന് പറയണേ. തൃശ്ശൂരാ. അമ്മമ്മയ്ക്ക് എന്ത് പായസം ഇഷ്ടം? പരിപ്പ് വേണോ പാലട വേണോ? നാളെ കുടിക്കാനാ പറഞ്ഞത്. Okay. ജാതകത്തിനും പങ്കകളിലൊന്നും വിശ്വാസം കാണാത്രേ. चलो अच्छा है. Nice. ആളെടുക്കണ അവിടെ വെക്കാം. hey, Purana pump. കളയാ You took something? Ah. അമ്മയെ കുട്ടിയുടെ കയ്യിൽ നിന്ന് കഴിച്ചോളൂ. Oh, that's വേറെ പപ്പടം തരാൻ പറ. pump में डालते ना जो केमिकल वो है उसने वो കുട്ടി उठा എന്തിനാ लिया ഇപ്പൊ അങ്ങോട്ട് വന്നേ? അച്ഛമ്മ കുട്ടിക്ക് രണ്ട് കയ്യിലും പപ്പടം തരാം കേട്ടോ. pesticide. അല്ല അവര് വന്നോ? അവര് Oh shit. No. വരില്ല. Oh, again. അയാളുടെ അമ്മാവന്മാര് സമാധാനം. ക്ഷമിക്കേ, നിന്റെ കുട്ടിയെ മോഹിപ്പിച്ചിട്ടോ? ചേട്ടൻ 10:30 മണിക്ക് സ്റ്റേഷനിൽ കാക്കാന്നല്ലേ പറഞ്ഞത്? അവര് വരില്ല. ഭ്രാന്തന്മാരുടെ കുടുംബത്തിൽ നിന്ന് പെണ്ണിട്ടിട്ട് ഒരു പരീക്ഷണം എന്തിനാ അവർക്ക്? That's bad, yeah. Ugh. I feel bad for her, yaar, but I just want to know what is With the the curse, like yaar. the male of the Goddess, horse, the ah. house goes mad and everything. But if Hmm. it is a start, father and daughter going, don't call me Onikote, it's a cat and everything. And I love that kite wala story, the ego Huh. and the way he was explaining Arrogant and and all, everything. yeah, absolutely, They're absolutely. even selling the land, so the girl should get married, but nothing is happening, of course. Like everything is going bad from their side, yeah. But now we have to see even that uncle. Yeah. He Like, was, males also find will it also affect them also? The yeah, two brothers, of course. We have to see absolutely. that. So guys, Cool. meanwhile, do like, subscribe, Share, comment, click on the bell icon.